ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മലപ്പുറം വേങ്ങാട് ഗോശാലയ്ക്ക് ഭക്തർ സമർപ്പിച്ച ഗോക്കളോട് ക്രൂരത. മഴയത്ത് ചോർന്നൊലിക്കുന്ന ഷെഡിൽ കഴിയുന്നത് 1500ഓളം പശുക്കൾ. തീറ്റയടക്കം ആവശ്യത്തിന് ലഭിക്കുന്നില്ലെന്നും പരാതി. ഗോശാല നവീകരണം മാസ്റ്റർ പ്ലാൻ അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും ആരോപണം. ജനം ബ്രേക്കിംഗ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പശുക്കളെ പാർപ്പിക്കുന്നത് വെങ്ങാട് പ്രവർത്തിക്കുന്ന ഗോശാലയിലാണ്. എന്നാൽ ഇവിടെ പശുക്കളുടെ അവസ്ഥ അതിദയനീയമാണ്. ആവശ്യത്തിന് തീറ്റ ലഭിക്കുന്നില്ല. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഷെഡിന് കീഴെ പാർപ്പിക്കുന്നു. നിരവധി പശുക്കൾ കുളമ്പുരോഗം ഉൾപ്പെടെ അസുഖം ബാധിച്ച് ചാകുമ്പോഴും അധികൃതർ കണ്ണ് തുറക്കുന്നില്ല. 1500ഓളം പശുക്കൾ ഇവിടെ ഉണ്ട്. ഈ പശുക്കൾക്ക് വേണ്ടെന്നുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല. അതിനനുസരിച്ച് തൊഴുത്ത് ഇവിടെ ഇല്ല. ഇപ്പൊ അതിന്റെ മേലേക്ക് അവിടെ മേലെയാണ് കണ്ടമാനം ഇതുള്ള തൊഴുത്തുകളിൽ. അത് തകരത്തിലുണ്ടാക്കിയ തൊഴുത്തുകളാണ്. ഈ തകരത്തിലുണ്ടാക്കിയ തൊഴുത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇത് ചോർന്നിട്ട് പശുക്കൾ കംപ്ലീറ്റ് നനയാണ്. അത് കഴിഞ്ഞാൽ ഈ നനയുന്ന പശുക്കൾ ചളിയിലും ഇതിലൊക്കെ നിന്നിട്ട് കുളമ്പ് രോഗം വന്നിട്ട് ഈ പശുക്കൾ ചത്തുപോണ്. കുളമ്പ് വേണ്ടെന്നുള്ള ശുശ്രൂഷ കാര്യങ്ങളോ ഒന്നും ഇവിടെ പശുക്കൾക്ക് കൊടുക്കുന്നില്ല. ഗോശാലയുടെ സമഗ്ര നവീകരണത്തിനായി 143 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. പശുക്കളുടെ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിയുള്ള മാസ്റ്റർ പ്ലാൻ ആയിരുന്നു ഇത്. 2015 തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അട്ടിമറിച്ചു. 100 ഏക്കർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഗോശാലയിൽ ഭക്തർ സമർപ്പിച്ച 1500ഓളം പശുക്കളാണ് ഉള്ളത്. എന്നാൽ രോഗം ബാധിച്ചും ശോഷിച്ചും മിക്കവയുടെയും സ്ഥിതി അതിദയനീയമാണ്. ഗുരുവായൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഗോശാലയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. പക്ഷേ മിണ്ടാപ്രാണികളോട് അതിക്രൂരമായാണ് ഇവിടെ പെരുമാറുന്നത്. വർഷങ്ങളായി ഇത് തുടരുന്നുണ്ടെങ്കിലും ഇതിന് പരിഹാരമായി അധികൃതർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. വെങ്ങാട് ഗോശാലയ്ക്ക് മുന്നിൽ നിന്നും ക്യാമറമാൻ പ്രക്ഷോഭ് കുറ്റിയിലിനൊപ്പം ശിവദാസ് കൽമനം, ജനം.